പൈപ്പ് ലൈൻ ഗ്യാസ് എടുത്തവർക്ക് ബില്ല് ലഭിക്കുന്നത് തോന്നുന്നത് പോലെ 4-5 മാസം കഴിയുമ്പോൾ വരുന്ന ബില്ല് സാധാരണക്കാരന് താങ്ങാനാകുന്നതിലും അധികമാണ്. ബില്ല് കൃത്യമായ ഇടവേളകളിൽ വന്നില്ലെങ്കിൽ പൈപ്പ് ലൈൻ റദ്ദാക്കി ഗ്യാസ് സിലിണ്ടറിലേക്ക് മാറാനുള്ള തീരുമാനത്തിലാണ് വീട്ടമ്മമാർ. LPG സിലിണ്ടറിനേക്കാൾ കുറഞ്ഞ തുകയിൽ തീർന്നു പോകുമെന്ന ആശങ്കയില്ലാതെ ഗ്യാസ് ലഭിക്കും എന്നതായിരുന്നു സിലിണ്ടർ വിട്ട് പൈപ്പ് ലൈൻ ഗ്യാസിലേക്ക് മാറാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ബില്ല് വരാതായതോടെ ആശങ്കയായി. കാത്തിരുന്ന് വന്നപ്പോഴോ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന ബില്ലും. 4000-ഉം 8000-ഉം ഒക്കെയാണ് ഓരോരുത്തർക്കും ബില്ല് വന്നത്. ഇപ്പോൾ ബില്ല് ഞാൻ ഇവിടെ കണക്ഷൻ എടുത്തത് കഴിഞ്ഞ ഡിസംബറിലാണ് ഫസ്റ്റ് കണക്ഷൻ ഇവിടെ തുടങ്ങിയത്. അന്നേരത്തെ ബില്ല് ഇവിടെ അവർ ബില്ലിങ്ങിന് വന്നില്ല. 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി അന്വേഷിച്ച് അവരോട് പറഞ്ഞതിന് ശേഷം ഒരു ബില്ലിങ് വന്നത്. അത് തന്നെ വരുന്നത് 4500-ഓളം ബില്ല് വന്നു. അതിനുശേഷം ഇതുവരെ ഒരു ബില്ല് വന്നിട്ടില്ല. നമുക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന ഇതുവരെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഇതൊരു ബില്ല് വന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഇപ്പം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 8100 രൂപയാണ് നമ്മുടെ ബില്ല് കാണുന്നത്. അപ്പം അതുപോലെയൊക്കെ ബില്ല് വന്നാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പൈപ്പ് ലൈൻ ഗ്യാസിന്റെ ഓഫീസിൽ പലതവണ കയറി ഇറങ്ങിയ ശേഷമാണ് മെസ്സേജായി ബില്ല് ലഭിച്ചത്. ഉപയോഗിച്ച യൂണിറ്റിന്റെ കണക്കിൽ വ്യക്തതയില്ലെന്നും കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിൽ വിശ്വാസ്യതയില്ലെന്നും വീട്ടമ്മമാർ പറയുന്നു. ഇപ്പം നമ്മൾ 2 മാസം കൂടുമ്പോൾ നമുക്കൊരു ബില്ല് കിട്ടിയാൽ മതി. ഇത്ര എമൗണ്ട് നമുക്ക് അടക്കാൻ ബുദ്ധിമുട്ടാണത്. എങ്ങനെ അടക്കും അതെനിക്കറിയില്ല. ഈ എമൗണ്ടൊക്കെ ഇത്ര വലിയ എമൗണ്ടൊക്കെ വന്നാൽ ഇതിപ്പോൾ എനിക്കിവിടെ ഒരു കണക്ഷൻ 2 കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു കണക്ഷൻ്റെയാണ് 8000 സംതിങ് വന്നേക്കണത്. ഇനി മറ്റേ കണക്ഷൻ്റെ ബില്ല് ഇതുവരെ നമ്മുടെ ഇപ്പോഴും നോക്കാൻ വന്നവരെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മളോട് പറയുന്നില്ല ഇവർ. വൈദ്യുതി ബില്ല് പോലെ കൃത്യമായി ബില്ല് വീട്ടിലെത്തിച്ച് നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം സൈഫുനിസാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.